പെരുമ്പാവൂർ കള്ളനോട്ട് കേസിലെ കൂടുതൽ അന്വേഷണത്തിന് കേരള പോലീസ് പശ്ചിമ ബംഗാളിലേക്ക്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സ്വദേശി സലിം മണ്ഡലിനെ കള്ളനോട്ടുമായി പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം കേസന്വേഷണം NIA ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഏറുകയാണ്. സനു കെ സജീവാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സനു, ഈ ഒരു ബംഗ്ലാദേശ് സ്വദേശിയെ പിടിച്ചതിന് പിന്നാലെ തന്നെ വ്യക്തമായിരുന്നു ഒരു അന്തർദേശീയ ബന്ധം ഈ ഒരു കേസിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാവും NIAയും കൂടി ഈ ഒരു കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഏറുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കാളിദാസ്, ഒരു വർഷത്തിനിടെ നമ്മുടെ പെരുമ്പാവൂർ പ്രദേശത്ത് നിന്നും പിടികൂടിയത് 50-ലധികം ബംഗ്ലാദേശികളെയാണ്. അതായത് കേരളത്തിലെത്തിയതിനു ശേഷം വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കമുണ്ടാക്കി ഇവർ ഇവിടെ വിവിധ കേന്ദ്രങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് വിവിധ ജോലികൾ ചെയ്യുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വ്യാജരേഖയുമായി, വ്യാജ ആധാർ കാർഡും ഒക്കെയായി കേരളത്തിലെത്തി വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങി ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ ഒരു 50ഓളം ബംഗ്ലാദേശികളെയാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ കൊച്ചി റൂറൽ പോലീസ് പിടികൂടിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി സനിൽ മണ്ഡലിനെ കയ്യിൽ നിന്നും നിരവധി കള്ളനോട്ടുകൾ, അതായത് കേരളത്തിലെത്തി 18 വർഷമായി ഇയാള് കേരളത്തിലെത്തി വ്യാജ ആധാർ കാർഡും അതേപോലെ തന്നെ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോട്ട് വിതരണമാണ്. അതായത് കള്ളനോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ജോലിയാണ് ഈ സലിൻ മണ്ഡൽ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ വിവിധ കേസുകളിൽ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വിവിധ കേസുകളിൽ അകപ്പെടുമ്പോൾ അവർക്ക് നിയമസഹായം നൽകുന്ന ഒരാളായിട്ട് വർത്തിച്ചിരുന്നതും ഈ സലിം മണ്ഡലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് വേണ്ടി കേരള പോലീസ് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി പോവുകയാണ്. ഇവിടെ നിന്നാണ്, ഈ പശ്ചിമ ബംഗാളിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്ന ബംഗ്ലാദേശികൾക്ക് ഏറ്റവും അധികം ആധാർ കാർഡുകളും അതേപോലെ തന്നെ തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ് കേരള പോലീസ് ബംഗാളിലേക്ക് തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് വേണ്ടി NIA എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുമായി പ്രാഥമിക വിവരങ്ങൾ പോലീസിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി സ്വീകരിച്ചെന്നാണ് വിവരം. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ പെരുമ്പാവൂർ പ്രദേശത്ത് നിന്ന് നിരവധി ആധാർ നിർമ്മാണ കേന്ദ്രങ്ങൾ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിവരങ്ങളെല്ലാം പോലീസ് NIA ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ബംഗ്ലാദേശിനെ നിരവധി കള്ളനോട്ടുമായിട്ട് പിടികൂടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇദ്ദേഹത്തെ ആലുവയിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നിയമസഹായം അടക്കം നൽകുന്നതിലേക്ക് ഈ സലിം മണ്ഡൽ എത്തിയിരുന്നു എന്നുള്ളൊരു ഗുരുതര വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം NIA സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യത്തിന്, അതായത് രാജ്യാന്തര ബന്ധം അടക്കം സംശയിക്കുകയല്ല, അത് സ്ഥിരീകരിച്ച ഒരു വിഷയത്തിൽ NIAയുടെ ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക. അതായത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാനായിട്ടായിരുന്നു ആദ്യം, ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറാനായിട്ടായിരുന്നു ആദ്യം പോലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാജ്യാന്തര ബന്ധങ്ങളടക്കം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് നിരവധി പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണത്തിനും പോലീസിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ NIAക്ക് ഈ കേസ് കൈമാറാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു നീക്കത്തിലേക്കാണ് എറണാകുളം റൂറൽ പോലീസ് പോകുന്നത്. എന്തായാലും ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കണ്ണികളെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ കേരള പോലീസ് ബംഗാൾ അതിർത്തിയിലേക്ക് നീങ്ങുന്നത്. കാളിദാസ്.